എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ലെബനീസ് സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഷവർമയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ സാധാരണ ഷവർമയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ഒന്നുകിൽ ചിക്കൻ അല്ലാന്നുണ്ടെങ്കിൽ കബാബ് മീറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിന്ന് വെജിറ്റേറിയൻ സ്റ്റൈലിലാണ് ഈ ഒരു ഷവർമ ചെയ്തിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ബിൻസീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മയണൈസ് തയ്യാറാക്കിയെടുക്കണം. ഈ ഒരു മയണൈസ് നമ്മളൊരു റെഡ് കളറിലുള്ള ഒരു ഗാർലിക് മയണൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് എഗ്ലെസ് ആയിട്ടുള്ള ഒരു മയണൈസാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, പിന്നെ ഒരു വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയിട്ടുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പച്ചയ്ക്ക് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീരും എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 8 ടേബിൾ സ്പൂൺ, അതായത് 100 മില്ലി ലിറ്റർ നല്ല തണുത്ത പാലാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ തരികളൊന്നും ഇല്ലാതെ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് മൊത്തത്തിൽ ചേർക്കുന്നത്. അപ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ആദ്യം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 30 സെക്കൻഡ് മിക്സിയിൽ ചെറിയ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ 30 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് തിക്കാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ ബാക്കിയുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഓയിലെന്ന് പറയുമ്പം ഒലിവ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നല്ലൊരു കളറും ടേസ്റ്റും വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റോ ടൊമാറ്റോ സോസോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 30 സെക്കൻഡ് ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വളരെ തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എഗ്ലെസ് മയണൈസാണ്. എനിക്ക് പേഴ്സണലി എഗ്ലെസ് മയണൈസാണ് ഇഷ്ടം. എഗ്ഗ് ചേർക്കുന്ന മയണൈസിനെക്കാട്ടിലും ഒന്നുകൂടെ ടേസ്റ്റി എഗ്ലെസ് മയണൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്പൈസിന് വേണ്ടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അവസാനം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു ഷവർമ തയ്യാറാക്കി എടുക്കുന്നത് ഫലാഫൽ വെച്ചിട്ടാണ്. ഫലാഫൽ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള വെള്ളക്കടലയാണത്. 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ നേരം കുതിർത്തിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് മല്ലിയില, അല്ലാന്നുണ്ടെങ്കിൽ പാഴ്സലി ഇല. പാഴ്സലി ഇല നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മല്ലിയില എടുക്കാവുന്നതാണ്. പാഴ്സലി ഇല എന്ന് പറയുമ്പോൾ മല്ലിയില പോലെ തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടെ ഒരു ക്രാണമുള്ള ഒരു ഇലയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകമല്ല, ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സോഡാപ്പൊടി, അതാണ് ബേക്കിംഗ് സോഡ. സോഡിയം ബൈകാർബണേറ്റ് എന്നും പറയും. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എരിവിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിലാണെങ്കിൽ ഇത് ഒരുമിച്ചിട്ട് അരയ്ക്കരുത്, കുറേശ്ശെ ആയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുക. ഇനി നിങ്ങൾ ഫുഡ് പ്രോസസ്സറിലാണ് ഇത് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ഇത് അരയണം എന്നില്ല, കുറച്ചൊരു തരിതരിപ്പോട് കൂടി ഇതൊന്ന് അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്രൈ ആകുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത പോലെ ഇരിക്കും. ഇനി ഇതിലേക്കൊരു പകുതി നാരങ്ങയുടെ നീരാണ്. ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് എടുക്കുന്നത്. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ആകും.
അപ്പോൾ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അവസാനമായിട്ട് നമ്മളൊരു 3 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നല്ലൊരു ക്രിസ്പിനെസ്സും ഇടയ്ക്കൊന്ന് കടിക്കാനും കിട്ടും നമ്മളിങ്ങനെ എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എള്ളൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫലാഫൽ ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടും. ഞാനിവിടെ 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളകളാക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഇതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉരുളയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ടായിട്ടും ഇതൊന്ന് റോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട്. നമ്മൾ ഈ ഒരു ഫലാഫിൽ ഈ എണ്ണയിൽ ഇടുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ചെറിയൊരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് തീ കുറയ്ക്കാം. അതിനുശേഷം 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫലാഫിൽ എണ്ണയിലിട്ടിട്ട് ഉടനെ തന്നെ ഇത് ഇളക്കരുത്. കുറച്ചൊന്ന് കുക്കായതിന് ശേഷം മാത്രം ഇത് മറിച്ചിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാ സൈഡും ഒരേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നിങ്ങൾക്കിത് ഷവർമ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് കഴിക്കാവുന്നതാണ്, സോസും കൂട്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫലാഫൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെയും സെർവ് ചെയ്യാം. ഈ ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് പുറമേ ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ഷവർമയിലേക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. സാലഡിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ ക്യാബേജ്, തക്കാളി, സവാള ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമ്മൾ കട്ടിംഗ് പ്ലേറ്റിലാണ് ഈ ഒരു ക്യാരറ്റ് ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാബേജും അരിഞ്ഞിട്ടുണ്ട്. നല്ല മൂർച്ചയുള്ള നൈഫ് വെച്ചിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഈ കുക്കുംബറും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കൈവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുക. അതിനുശേഷം കട്ടിംഗ് പ്ലേറ്റ് വെച്ചിട്ട് സൈഡും ഇതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും. അപ്പം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫലാഫൽ എങ്ങനെയാണ് ഷവർമ ആക്കി സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫലാഫൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള സാലഡ്, ഞാനിവിടെ കുറച്ച് പിക്കിൾഡ് ആയിട്ടുള്ള കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇങ്ങനെ പിക്കിൾഡ് കുക്കുംബർ. അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സാലഡ്. ഈ ഒരു ഇതിൽ ഞാൻ സവാള എടുത്തിട്ടില്ല, സവാള നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകിൽ കുബൂസിൻ്റെ കൂടെ റാപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ടോർട്ടില്ല വാങ്ങാൻ കിട്ടും, ടോർട്ടില്ലയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി പോലെ ഉണ്ടാക്കിയിട്ടും ഇത് റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഷവർമയുടെ റെസിപ്പിയിൽ നമ്മൾ കുബൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടോർട്ടില്ല കുറച്ച് വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ് ഞാനൊന്ന് മൈക്രോവേവ് ചെയ്ത് എടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് മൈക്രോവേവ് ഇല്ലാന്നുണ്ടെങ്കിൽ തവയിലിട്ടൊന്ന് ചൂടാക്കിയും എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സോസ് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫലാഫിൽ ഇതുപോലെ നിരത്തി കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എണ്ണം എടുക്കാവുന്നതാണ്. അതിന് മുകളിലായിട്ട് നമ്മൾ വളരെ തിന്നായിട്ട് അരിഞ്ഞ സാലഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ പിക്കിൾഡ് കുക്കുംബറും അതുപോലെ നമ്മൾ തയ്യാറാക്കിയ കുറച്ച് സോസും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കത് റാപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബട്ടർ പേപ്പർ ഇട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം.
ബട്ടർ പേപ്പറോ അലുമിനിയം ഫോയിലോ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷവർമയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഫലാഫൽ ഷവർമ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്കും കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ എപ്പോഴും ചിക്കനും മീറ്റും ഒന്നും ഇല്ലാത്തപ്പോഴും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നമ്മളുടെ ഷവർമയുടെ റെസിപ്പി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കണം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്